ഇവിടെ അനന്യ എന്ന പെണ്ണ് എംകോമിൽ ഗോൾഡ് മെഡൽ വാങ്ങി. അതുകൊണ്ട് ഒരു പണക്കാര വീട്ടിലെ പയ്യൻ അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി അവന്റെ പാരന്റ്സിനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ രണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടെ നല്ല രീതിയിൽ തന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഹീറോയും പുറത്തു പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടേയിരിക്കുന്നത് കണ്ടതും ഇവള് പുറത്തു പോകാമെന്ന് സമ്മതിച്ചു. എന്നാൽ കാർ വേണ്ട, സൈക്കിളിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പോകുമ്പോൾ ഒരു ലോറി വന്നിടിച്ച് രണ്ടുപേരും ആക്സിഡന്റ് ആയി. അതിൽ ആ ചെങ്ങായി ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. എന്നാൽ അവൾക്കും അവളുടെ രണ്ട് കൈയും പോയി. ഇവൻ അവളെ കാണാൻ വന്നതും അവളുടെ കണ്ടീഷൻ കണ്ടിട്ട് ഇവളോടൊന്ന് സംസാരിക്കാൻ പോലും നിൽക്കാതെ അവിടെ നിന്ന് സ്കൂട്ടായി. പോരാത്തതിന് അവന്റെ വീട്ടുകാർ കോൾ ചെയ്ത് അവർക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്നും പറഞ്ഞു. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പോലും ആരെങ്കിലും ഒക്കെ സഹായം വേണം. അങ്ങനെ ഒരു ദിവസം ഇവൾക്ക് ബാത്റൂമിലേക്ക് പോകാൻ വന്നതും ആരെങ്കിലും ഒക്കെ വിളിക്കാൻ നോക്കി. എന്നാൽ അവളുടെ ചേട്ടന് ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് അവൾ വിളിച്ചത് പോലും കേട്ടില്ല. ഇതുകൊണ്ട് അവളും വേറെ വഴിയില്ലാതെ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ബാത്റൂം ആക്കി. ദീപാവലി ദിവസം വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പെട്ടെന്ന് വീടിന് തീ പിടിച്ചു. ഇവളും പുറത്തുള്ള ആരെങ്കിലും ഒക്കെ സഹായത്തിന് കുറെ വിളിച്ചു, ടോർച്ച് അടിച്ചു നോക്കി. എന്നാൽ ദീപാവലി ദിവസമായതുകൊണ്ട് തന്നെ ഇവള് വിളിക്കുന്ന സൗണ്ട് ആരും കേൾക്കുന്നത് പോലുമില്ല. എന്നാൽ അവൾ നല്ലോണം കഷ്ടപ്പെട്ട് കാല് വെച്ച് തന്നെ ആ തീ കെടുത്തി. അത് കണ്ട ഇവൾക്കും എനിക്ക് കൈയില്ലെങ്കിൽ എന്താ കാലുണ്ടല്ലോ എന്ന ചിന്ത വരുന്നത്. അതോടെ ബ്രഷ് ചെയ്യുന്നത്, ഫുഡ് കഴിക്കുന്നത്, ഡ്രസ്സ് ഇടുന്നത്, അതേപോലെ പല കാര്യങ്ങളും കാല് വെച്ച് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.